നീറ്റിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ദേശീയതലത്തിൽ മുന്നിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു. നീറ്റ്, കീം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ മെഡികോൺകർ 2025 സംഘടിപ്പിച്ചത്. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് ലഭിച്ച സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി MP രാജേഷ്, ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA, തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, KSCRC ചെയർമാൻ TK ജോസ് IAS, CBSE സ്കൂൾ ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ദീപ്നിയ DPക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. കീം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. നീറ്റ്, കീം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ വിക്ടറി ഡേ മെഡികോൺകർ 2025 സംഘടിപ്പിച്ച പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. അങ്കമാലി അഡ്ലസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 2200 കുട്ടികളെയാണ് ആദരിച്ചത്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലും കീം പരീക്ഷയിലും ഉന്നത വിജയം നേടിയവർക്കായിരുന്നു ആദരം. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് നേടിയ സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ മറ്റ് 2200-ലധികം കുട്ടികളെയുമാണ് ആദരിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മന്ത്രി MP രാജേഷ്, ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA എന്നിവർ പങ്കെടുത്തു. വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പും സമ്മാനിച്ചു. നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനം നേടിയ ദീപ്നിയ DBക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും നൽകി. കീം പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഹരികിഷൻ ബൈജുവിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. മികച്ച വിജയം നേടിയ 2200-ലധികം കുട്ടികളും അവരുടെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് 2025 സംസ്ഥാനത്ത് 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് നേടിയ സബീന ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ഉന്നത വിജയം നേടിയ മറ്റു കുട്ടികളെയും ആദരിച്ചു. ബ്രില്യൻ മെഡിക്കൽ വിക്ടറി ഡേ മെഡികോൺകർ 2025 എന്ന പേരിൽ അങ്കമാലിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രവേശന പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയ DBക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും സ്വർണ്ണ മെഡലും സമ്മാനിച്ചു. മറ്റുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു. ബ്രില്യന്റിന്റെ ഒരു ആഘോഷ ദിനമാണ്. ബ്രില്യന്റിന്റെ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളുടെ കഠിന പ്രവർത്തനം, അവിടെ ആ പഠനം, അവരുടെ ചിട്ടയായുള്ള സിസ്റ്റമാറ്റിക്കുള്ള പഠനത്തിൻ്റെ പൂർത്തീകരണം നടന്നതിലാണ് റിസൾട്ട് ഉണ്ടായത്. ആ റിസൾട്ട് ഉണ്ടാക്കി തന്ന ഈ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാവരും ചേർന്ന് ആദരിക്കുകയും ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാണ് ഇന്ന്. കേരളത്തിൻ്റെയും നമ്മുടെ മറ്റേ ഇന്ത്യയിലെയൊക്കെ വിശിഷ്ട വ്യക്തികൾ, അവർ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉള്ള വിശിഷ്ട വ്യക്തികൾ വന്നാണ് ഈ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത്, ഇവർക്ക് അവാർഡുകൾ കൊടുക്കുന്നത്, ഇവർക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായ ഈ ദിനം അത് ഈ നാട്ടിലെ മറ്റുള്ള കുട്ടികൾക്കും പഠിച്ച് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിക്ടറി ഡേ സംഘടിപ്പിക്കുന്നത്. ഒപ്പം പഠിച്ചവർക്ക് ഒരു ആദരവും. Brilliant Study Center, India's #1 coaching center for NEET and JEE.